ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ചിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ്. ഇതൊരു ഫാമാണ് കേട്ടോ. ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാം മാത്രമല്ല, ഇതൊരു കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി. അപ്പോൾ നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. എന്തായാലും തൃശ്ശൂർ ഉള്ളവർക്കൊക്കെ ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ മോനുമായിട്ട് ഞങ്ങളങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. കാക്കാത്തുരുത്തി ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മളിതാ പോവാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എൻട്രൻസ് ഭാഗമാണ് കാണുന്നത്. വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. രണ്ട് സൈഡിലും ഇതേപോലത്തെ ചെടി ഒക്കെ വെച്ചിട്ട്, ഇത് തുടങ്ങിയ കാലത്ത് ഇത് തീരെ കുഞ്ഞായിരുന്നു. ചെടികൾ വലുതായി നിൽക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലേ ഏരിയ എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അതിന് നമുക്ക് വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഭാഗമൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം ഇതിൻ്റെ കയറി കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലേ ഏരിയയിലേക്ക് കയറുമ്പോൾ ആ ഒരു എൻട്രൻസ് ആണ്. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കാർട്ടൂൺ, അതായത് നമ്മുടെ ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ഒരു ടീമാണ് അവരിവിടെ ചെയ്തിട്ടുള്ളത്, മോഗ്ലി. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ എൻ്റെ മോനക്കത് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി. ആ ഭാഗത്തിൽ പോയിരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഊഞ്ഞാൽ, പിന്നെ കുറേ റൈഡുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കണമെന്ന് തന്നെ നമുക്ക് ഒരുപാട് ഒരു സംഭവം കളിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ വേണ്ടി അങ്ങോട്ട് ഇങ്ങനെ കുറേ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചേരൊക്കെ അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് അതുപോലെ ഊഞ്ഞാലാടലും അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് നേരം നിങ്ങൾക്ക് വേറെയും സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ. പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പാർക്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ ഈ ഒരു ഫാമിൽ. അപ്പോൾ അവിടെ കോഴി, കുതിര, അതേപോലെ പക്ഷികൾ, പിന്നെ അവിടെ ഗാർഡനിങ്, നമുക്ക് ചെടികളൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് മീനുകളാണ് അവിടെ. മീനുകൾ ഒരു ചേച്ചി അവിടെ മീനുകളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ എടുക്കുകയാണ്. ഇത് നിറച്ച് കരിമീനുകളാണ്. അപ്പോൾ അവർ അത് വിൽക്കാറുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാനും പറ്റും. അതിനൊക്കെ ഒരു ടൈം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ കുറേ കോഴികളുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ കോഴിമുട്ടകൾ ഒക്കെ അവിടെ നിന്ന് കിട്ടും. പിന്നെ അവർ പശുക്കൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാലൊക്കെ അവർ പുറത്തേക്കാണ് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നാണ്. നമ്മളിവിടെ വരാറുള്ളതാണ് കേട്ടോ, സ്ഥിരം വരാറുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം വളരെ കുറവായിരുന്നു. പെൺകുട്ടികൾ അവർ വലുതായില്ല. അവർ ചെറുപ്പത്തിൽ നമ്മൾ സ്ഥിരം ഇവിടെ എങ്ങനെ വന്നാലും ഒരു മാസത്തിലൊക്കെ 2-3 പ്രാവശ്യം വരാറുള്ള ഒരു സ്ഥലമായിരുന്നു. പ്രാവശ്യമാണ് നമ്മൾ ഹസ്ബൻഡ് വന്നിട്ട് വരവ് വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തേക്കുള്ള. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ, വേറെയും കളിക്കാനുള്ള കുറേ ഐറ്റംസ് കുറച്ചങ്ങോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ട്രെയിനാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ നമുക്ക് കുട്ടികൾക്കും കയറാം, വലിയ ആൾക്കാർക്കും കയറാം. കാരണം നമുക്കപ്പോൾ അത് സ്ഥലം ഫുള്ള് ചുറ്റി അവർ നമ്മളെ ഇത് കാണിക്കും. നമ്മൾക്ക് നടന്നു പോയി നോക്കാനാണെങ്കിൽ കുറച്ചധികം ഉണ്ട്. നമുക്ക് ഈ ട്രെയിനിൽ കയറുകയാണെങ്കിൽ ഫുള്ള് നമുക്കതിൽ ചുറ്റി കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതിലേക്ക് വരുന്നതിന് അങ്ങനെ എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല, ടൈമിങ്ങോ അങ്ങനെ ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ ആ ട്രെയിനിലൊക്കെ കയറുമ്പോൾ ചെറിയൊരു ഫീസ് അവർ ഈടാക്കുന്നുണ്ട്. പിന്നെ അത് അത്യാവശ്യമാണല്ലോ, നമുക്ക് വേറെ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളവിടെ കണ്ട ആ പാർക്കിലൊക്കെ കളിക്കുന്നതിന് അങ്ങനെ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല.
അപ്പോൾ ട്രെയിനിൽ ഒരാൾക്ക് 30 രൂപയുടെ കോയിൻ അങ്ങനെ എന്തോ സംഭവമാണ്, അതെനിക്കറിയില്ല. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് വേറെ ഐറ്റംസുകളും കൂടെ ഉണ്ട്. കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റിയ കാറ്, പിന്നെ ഇതേപോലെ ജെയിൻറ്റ് വീല്. അപ്പോൾ അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഫീസ്, അതും വലിയ തുകയൊന്നുമല്ല. ഈ ജെയിൻറ്റ് വീലിൽ കയറുന്നതിന് ഒരാൾക്ക് 50 രൂപ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളെ കയറ്റിയിട്ടുണ്ടായിരുന്നു, അവർക്ക് 2 ആൾക്കും കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമുക്ക് കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഇതേപോലെ തന്നെ 1-2 ഇത്തിരി കൂടി നമുക്ക് വലിയ ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ മാത്രം കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഇതിൽ മാത്രം കയറിയാൽ മതി എന്ന് പറഞ്ഞ കാരണം നമ്മൾ ഇതിൽ മാത്രം കയറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കിയാലും നമുക്ക് വേറെ ഫീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. നമുക്ക് ഇഷ്ടമുള്ളതിൽ മാത്രം കയറിയാൽ മതി. അപ്പോൾ അതിന് മാത്രം ഫീസ് കൊടുത്താൽ മതി, അല്ലാണ്ട് വേറെ ഫീസ് കാര്യങ്ങളൊന്നും അവർ ഈടാക്കുന്നില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വേറെയും യൂട്യൂബേഴ്സ്, നമ്മുടെ ജിയോ മച്ചാൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതിൽ ജിയോ മച്ചാനൊരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഫാമിൽ വന്നിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതും വേറൊരു റൈഡാണ്. അതിലൊന്നും ഇവർക്ക് കയറണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ശനി ഞായറൊക്കെ ദിവസങ്ങളിൽ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ വന്നിരുന്നതൊരു ഇട ദിവസത്തിലാണ് വന്നത്, അതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശനി ഞായറൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കും ആളും ബഹളമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും എല്ലാത്തിലൊന്ന് ഫ്രീ ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇട ദിവസമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെ കയറിയതിന് ശേഷം പിന്നെ നമുക്ക് അവിടുന്ന് നേരെ ഇങ്ങനെ നടക്കാനുണ്ട് കുറച്ച്. അപ്പോൾ അങ്ങനെ നടന്ന് വരുമ്പോൾ ഇത് കണ്ടത് ഇങ്ങനെയാണ്. ആ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് എങ്ങനെ വന്നാലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ തൃശ്ശൂരൊക്കെ ഉള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്കവിടെ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അവിടെ ഞാൻ പറഞ്ഞാൽ ഇത് ഫാമാണ്. അപ്പോൾ കുറച്ച് കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒട്ടകം, ഇതവിടുത്തെ ഒട്ടകം കുറച്ചൊരു ആവശ്യ നിലയിലായിട്ടുണ്ട്. ഇത് കുറേ നാളായിട്ട് ഈ ഒട്ടകം അവിടെ ഉള്ളതാണ്. അപ്പോൾ മോൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണാനുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഇതൊക്കെ അതിശയത്തോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ കുതിരകളുണ്ട്. പിന്നെ നമുക്ക് അവരവിടെ കുതിര സവാരിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനും എന്തോ ചെറിയൊരു ഫീസ് തന്നെയാണുള്ളത്. നമ്മൾ പക്ഷേ കുതിര സവാരിക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കുതിരകളും ഉണ്ടായിരുന്നു. പിന്നെ കോഴികൾ, ആട്, പോത്ത്, പശു, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അത് നമുക്കവിടെ ചെല്ലുമ്പോൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിലും ഒരു ചെറിയ ഇതിൻ്റെ ഉള്ളിലും പശുക്കിടാങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ആയിട്ട് വേറൊരു വലിയൊരു പോത്തിനെ പോലത്തെ ഒരു സാധനം, പക്ഷെ അത് പോത്തല്ല. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇത് പശുക്കിടാങ്ങളാണ്. അപ്പോൾ ഇതുങ്ങളെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ നമ്മൾക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റുന്നത് എന്താണ് എനിക്ക് സംഭവം, എനിക്ക് ഇതിൻ്റെ പേരറിയില്ല. അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനിത് മറന്നുപോയി. അപ്പോൾ ഇതാണ് അവിടെ വേറൊരു സംഭവം നമ്മൾ കണ്ടത്. അങ്ങനെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കണ്ടപ്പോൾ ആൾ മുഖം തിരിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പോകുമ്പോൾ നമുക്കവിടെ മീൻ വളർത്തുന്ന ഒരു സംഭവമൊക്കെ, അതൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു സംഭവമൊക്കെ. അപ്പോൾ അതിൽ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല, നമ്മളങ്ങനെ പോവാറുള്ളതാണ്. കാരണം പിന്നെ കുട്ടികൾ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല, ബോട്ടിങ്ങിനൊന്നും പോയില്ല. നമ്മൾ തനിയെ ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടണം. അപ്പോൾ ഹസ്ബൻഡിനെ ചവിട്ടാൻ മടിയായ കാരണം ഞങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ചു. നമുക്ക് ചിലപ്പോൾ കുറച്ച് കാലുവേദനയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. 1-2 പ്രാവശ്യം അങ്ങനെ പോയിട്ട് നമുക്ക് കാലുവേദനയൊക്കെ ആയി. അപ്പോൾ അത് കാരണം പിന്നെ നമ്മളതൊന്നും ഇതാക്കാൻ നിന്നില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പട്ടികളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതിലുണ്ട് 2 പേര് അതിലുണ്ട്. അപ്പോൾ
പിന്നെ നമുക്കിതിലേ കൂടി അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ ഏരിയയിലേക്ക് പോകുമ്പോഴാണ് ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ തോട് പോലെ അവരവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പാലം കയറി അപ്പുറം കടന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ പശു പിന്നെ ഒട്ടകപ്പശീനെയൊക്കെ കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഒട്ടകപ്പശീനെയൊന്നും കാണാൻ പോയില്ല. ഇവിടെയാണ് പശുവിനെ വളർത്തുന്നതും ഒക്കെ സംഭവങ്ങളൊക്കെ ഇവിടെയാണുള്ളത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പശുക്കളുണ്ട്. അപ്പോൾ ഇവിടുത്തെ പാലൊക്കെ അവർ പുറത്തേക്ക് ആണ് കൊടുക്കാറ്. അതേപോലെ കോഴീനെ വളർത്തുന്നുണ്ട്. കോഴിമുട്ടകളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയെടുക്കാം. നമ്മൾ പിന്നെ അധികം ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇവിടെ നല്ല ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളതിലേ കൂടി നമുക്കങ്ങനെ നേരെ നടന്നു പോയിട്ട് നമുക്ക് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി പോവാം. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് ചായ, സ്നാക്സ് കാര്യങ്ങൾ, ഐസ്ക്രീം അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതുമൊക്കെ വാങ്ങിക്കൊടുത്തു കുട്ടികൾക്ക്. അതിന് ശേഷം നമ്മളവിടെ നിന്ന് പോകാമെന്ന് അങ്ങനെ തീരുമാനിച്ചു. പിന്നെ നമുക്കിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സ്കൂളിൽ നിന്ന് കുട്ടികളെ വൺ ഡേ ടൂറിനൊക്കെ ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട് കേട്ടോ. എൻ്റെ മോളുടെ ചെറുപ്പത്തിൽ LKG പഠിക്കുമ്പോൾ ഇവിടേക്കാണ് വൺ ഡേ ടൂർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ നിന്ന് ഇവിടെ ടൂർ വരാറുണ്ട്. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് കാരണം വൺ ഡേ ടൂറൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. ഇതൊക്കെ ഒരു ഗുഹ പോലെ അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുട്ടികളിങ്ങനെ കയറി കളിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ എൻ്റെ മോളും അതേപോലെ കയറാനൊക്കെ പോയി. അപ്പം നമ്മളിത് വളരെ ചെറുപ്പത്തിലേ തന്നെ നമ്മളിവിടെ വരാറുണ്ട്. അതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനിക്കിത് കണ്ടപ്പോൾ പേടിയായി. അവനങ്ങനെ കയറിയില്ല. അപ്പം രണ്ടാമത്തെ ആളങ്ങനെ കയറി. ഹസ്ബൻഡ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ ആൾക്കാർ ഞങ്ങൾ പോകാൻ നിൽക്കുന്ന ആ ഒരു ടൈമിൽ ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിലേ കൂടി ഒരു പാലം, ചെറിയൊരു പാലം പോലെയാണ്. അപ്പോൾ ഇതിലേ കൂടി കയറിയാൽ നമ്മൾ നേരത്തെ ഇറങ്ങിയ ആ ഒരു ഭാഗത്തേക്ക് എത്തും. അങ്ങനെ പിന്നെ നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു ഏരിയയിൽ തന്നെ ഇതേപോലെ കുറച്ച് പക്ഷികളുടെ ഇത് കാണാനായിട്ട് പറ്റും. നല്ല വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് മയിലല്ല, വേറെ എന്തോ ആണ്. എനിക്ക് അതിൻ്റെ പേരറിയില്ല. അവരവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അന്നേരം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ലവ് ബേർഡ്സിൻ്റെ ലവ് ബേർഡ്സ് അല്ല, അതിൻ്റെ വേറെ ഇതാണ്. അപ്പം പിന്നെ നമുക്കിവിടെ ഒരുപാട് ചെടികളും പിന്നെ മരങ്ങൾ, ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള മരങ്ങൾ, ചെറുപ്പത്തിലേ കായ്ക്കുന്ന മാവ്, തെങ്ങ്. നമ്മളിവിടുന്ന് തെങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് 3 വർഷം കൊണ്ട് ആ തെങ്ങ് നമുക്ക് കായ്ച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാവൊക്കെ നമുക്ക് ചെറിയ മാവിൽ തന്നെ മാങ്ങ പിടിച്ച് കിടക്കുന്ന തൈകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കുറേ ചെടികൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചെടികളൊക്കെ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ ഒന്നും വാങ്ങിയിട്ടുണ്ടായില്ല. എനിക്കിപ്പോൾ ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് നേരെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി.